ഹലോ ഗൈസ്, അപ്പോൾ ലാംഗ്വേജിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ എടുക്കുന്നത് 10th CBSE പോളിനോമിയൽസ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. ആദ്യം തന്നെ പോളിനോമിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഈ എക്സിൻ്റെ ടേമിലുള്ള ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ ടേംസിലുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3. ഓക്കെ, അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അതും അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, ഇങ്ങനെ വരാം. ഓക്കെ, ഈ പോളിനോമിയൽസിൽ വേരിയബിളാണ്. പോളിനോമിയൽ ഒരു വേരിയബിളാണ്. ഓക്കെ, എക്സിൻ്റെ ടേം, എക്സിന് നമ്മൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് ഡിഫറെൻറ്റ് ഡിഗ്രിയോട് അറ്റാച്ച്ഡ് ആവും. ഇപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ, ലെറ്റ്സ് നമ്പർ 1 2 3. ഓക്കെ, ഫസ്റ്റ് പോളിനോമിയൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിൻ്റെ ഹയ്യസ്റ്റ് പവർ അനുസരിച്ചാണ് നമ്മൾ ഡിഗ്രി തീരുമാനിക്കുക. ആ ഒരു പോളിനോമിയലിലുള്ള എക്സിൻ്റെ ഹയ്യസ്റ്റ് പവർ അനുസരിച്ചാണ് ഡിഗ്രി തീരുമാനിക്കുക. ഫസ്റ്റത്തെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഹയ്യസ്റ്റ് പവർ ആണ് 1. അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്താ? 1. ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓക്കെ, ഈ ഫസ്റ്റ് ഡിഗ്രി ഉള്ളതിനെ നമ്മളൊരു പേര് വിളിക്കും. എന്താ? ലീനിയർ പോളിനോമിയൽ എന്ന് വിളിക്കും. ഓക്കെ, എന്താ? ലീനിയർ പോളിനോമിയൽ. രണ്ടാമത്തെ കേസിൽ ഹയ്യസ്റ്റ് പവർ 2 എക്സിൻ്റെ. ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്, ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്. അപ്പോൾ ഇതിൽ ഹയ്യസ്റ്റ് ആണ് എടുക്കുക, അപ്പോൾ 2 എടുക്കുക. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ അതിനെന്ത് വിളിക്കും? ക്വാഡ്രാറ്റിക്. എന്താണ്? ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് വിളിക്കും. തേർഡ് കേസിൽ ഹയ്യസ്റ്റ് പവർ 3 ആയതുകൊണ്ട് അതിനെ തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതിനെ നമ്മൾ ക്യൂബിക് എന്ന് വിളിക്കും. ക്യൂബിക് പോളിനോമിയൽ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പി ഓഫ് എക്സ് എന്നാണ് എക്സിൻ്റെ ടേംസിലുള്ള പോളിനോമിയൽ. നമ്മൾ പി ഓഫ് എക്സ് എന്ന ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എല്ലാ ഇക്വേഷൻസും എന്താണ്? അൾജിബ്രിക് ഇക്വേഷൻസ് പോളിനോമിയൽസ് അല്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1/x - 1, √x + 2, 1/x x സ്ക്വയർ പ്ലസ് 2x - 3 എന്നുള്ള ഇക്വേഷൻസ് ഒന്നും എന്തല്ല? പോളിനോമിയൽസ് അല്ല. ഇവർ ആരും എന്താ? പോളിനോമിയൽസ് അല്ല. ഓക്കെ, അടുത്തതായിട്ട് പറയാനുള്ളത് ഈ പി ഓഫ് എക്സിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഒരു റിയൽ നമ്പർ, ഏതെങ്കിലും റിയൽ നമ്പർ, നമുക്ക് അതിനെ കെ എന്ന് എടുക്കാം. ഏത് റിയൽ നമ്പറോ കെ എന്ന് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇക്വേഷൻ നമ്മൾ റൈറ്റ് ചെയ്യണ ഫോം എന്ന് വെച്ചാൽ പി ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 2k. ഓക്കെ, അപ്പോൾ എന്താണ്? പി ഓഫ് കെ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് 2k എന്നുള്ള ലെവലിലാവും. ഓക്കെ, എക്സിൻ്റെ സ്ഥലത്ത് മുഴുവൻ കെ. ഇത് ഏത് റിയൽ നമ്പറിനും സ്യൂട്ടബിൾ ആണ്. അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഡിനോട്ട് ചെയ്യുന്ന ഫോമാറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി പോളിനോമിയൽസ് 0 ആണ് കേസ്. ഓക്കെ, ഇപ്പോൾ പി ഓഫ് ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു ax പ്ലസ് b പ്ലസ് c, ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൽ ഈ പി ഓഫ് കെ ഏതെങ്കിലും ഒരു ഇത് കൊടുക്കുമ്പോൾ, വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത് 0 വരും. ഇതിനെയാണ് 0 ഓഫ് പോളിനോമിയൽ എന്ന് വിളിക്കുക. ഇത് നമ്മൾ മുമ്പ് 9th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. എന്ത്? പി ഓഫ് ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ 0 എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു ax പ്ലസ് b കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 0 ഓഫ് ദ പോളിനോമിയൽ ദാറ്റ് ഈസ് പി ഓഫ് കെ ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതിന് 2 വാല്യൂ വരിക. ഏത്? അതിൻ്റെ 0 കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0 ഓഫ് ദ ലീനിയർ പോളിനോമിയൽ ax പ്ലസ് b ഈസ് -b/a ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ടേം അഥവാ b ആണ്, ഡിവൈഡഡ് ബൈ കോയഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ്. ഓക്കെ, കോയഫിഷ്യൻ്റ് ഓഫ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ്. ഈ ഒരു ഫോർമുല വെച്ചാണ് ലീനിയർ പോളിനോമിയലിൽ അതിൻ്റെ എന്ത് ചെയ്യാം? 0 ഓഫ് പോളിനോമിയൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഈ ഒരു ഇക്വേഷന് 0 കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വാല്യൂ കൊടുത്താലാണ് കിട്ടുക? ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് വിളിക്കുക. ഓക്കെ, ലീനിയറിൻ്റെ കേസിൽ -b/a കൊടുത്തുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ 0കൾ എന്താണ്? ഈ 0കൾ എങ്ങനെയാണ് നമുക്ക് ഉപയോഗപ്പെടുക?
പ്രോബ്ലംസ് ചെയ്യുമ്പോഴും കാര്യങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽ. പോളിനോമിയലിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ്, സീറോസ് ഓഫ് പോളിനോമിയലിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം തന്നെ ലീനിയർ പ്രോഗ്രാമിൻ്റെ കാര്യം തന്നെ എടുക്കുക, ലീനിയർ പോളിനോമിയലിൻ്റെ കാര്യം തന്നെ എടുക്കുക. ലീനിയർ പോളിനോമിയലിൻ്റെ കേസിൽ തന്നെ ഒരു ax+b എന്നുള്ള ലീനിയർ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വേർ a ഈസ് നോട്ട് ഈക്വൽ ടു 0, ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു ax+b എന്നുള്ളത് എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടുക. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്താ, ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എക്സിനെ ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും, എന്ന് വെച്ചാൽ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യും അറ്റ് എ പോയിൻ്റ് വേർ -b/a, 0 എന്ന് പറഞ്ഞൊരു പോയിന്റിൽ എന്ത് ചെയ്യും, ഈ ഒരു ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്, ഇത് -b/a, 0. രണ്ടാമത്തെ കേസിൽ നമ്മുടെ y ഈക്വൽ ടു എന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസിൽ ദാറ്റ് ഈസ് y ഈക്വൽ ടു x² - 3x - 4 എന്നുള്ള കേസിലാണ്. ഇതൊരു പാരബോളിക് കർവാണ് തരിക. ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു പാരബോളിക് തരും. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ഒരു പാരബോളിക് കർവാണ് നമുക്ക് തരിക. കർവ്സിന് 3 ചാൻസസാണ് ഉള്ളത്. 3 ചാൻസസിൽ പറയുമ്പോൾ ഒന്നാമത്തെ ചാൻസ് 2 സീറോസ് ഉണ്ടാവാം, എന്ന് വെച്ചാൽ ഗ്രാഫ് ഇങ്ങനെ വരാം ഓർ ഗ്രാഫ് ഇങ്ങനെ വരാം. അപ്പോൾ 2 സീറോസ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരാം, എന്ന് വെച്ചാൽ എക്സ് ആക്സിനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവുക. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോയാൽ എന്താണ്, ഒരൊറ്റ പോയിൻ്റ് ഉണ്ടാവുള്ളൂ, ഒരൊറ്റ സീറോ അവിടെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സീറോയും ഉണ്ടാവാതിരിക്കാം ഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ കേസിൽ 2 സീറോ ഉണ്ടാവാം, എന്ന് വെച്ചാൽ എക്സ് ആക്സിനെ 2 സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് ആക്സിനെ ഒരു സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യാം, അതും അല്ലെങ്കിൽ എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാതെയും ഇരിക്കാം. അങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസ്. പക്ഷേ ലീനിയർ പോളിനോമിയലിൻ്റെ കേസ് പറഞ്ഞാൽ അതൊരു സ്ഥലത്ത് എക്സ് ആക്സിനെ എങ്ങനെയായാലും ഇൻ്റർസെക്റ്റ് ചെയ്യും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ പറഞ്ഞത് -b/a. ഓക്കെ, അപ്പോൾ ഈ ഇതിന്നൊക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, if in general given polynomial p of x of degree n, the graph of y equal to p of x intersect the x-axis at most n points. Therefore polynomial p of x of degree n has at most n zeros. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ p of x ഒരു പോളിനോമിയൽ എടുക്കുക, ദാറ്റ് ഈസ് y ഈക്വൽ ടു p of x എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് n ഡിഗ്രി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എക്സ് ആക്സിനെ എന്ത് ചെയ്യും, n ടൈംസിൽ n സീറോസ് ഉണ്ടാക്കാൻ, n സീറോസ് ഉണ്ടാവാം, അത്രേ ഉള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇഫ് the graphs y equal to p of x are given for some polynomial p of x, find the number of zeros p of x in each case. ഓരോ കേസിലുള്ള നമ്പർ ഓഫ് സീറോസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമ്പർ ഓഫ് സീറോസ് പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുക, എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് നോക്കുമ്പോൾ ഫസ്റ്റത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് വെച്ചാൽ ഇതൊരു ലീനിയർ ഇക്വേഷനാണ് വരിക. ഈ ലീനിയർ ഇക്വേഷന് എക്സ് ആക്സിനെ ടച്ച് ചെയ്യണമില്ല, അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് സീറോസ് പറഞ്ഞാൽ 0 ആണ്. രണ്ടാമത്തെ കേസിൽ ഇത് ഒരു സ്ഥലത്ത് മാത്രം എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഒരു പോയിൻ്റ് മാത്രമാണ്, അപ്പോൾ ഇതിൻ്റെ 0 എന്ന് പറയുന്നത് 1 ആണ്, 1 0 ഉണ്ടാവുള്ളൂ, നമ്പർ ഓഫ് സീറോസ് 1 ആണ്. അതുപോലെ തേർഡ് കേസിൽ 1 2 3 തേർഡ് ടൈമാണ്, അപ്പോൾ 3 ആണ്, 3 സീറോസ് ഉണ്ട്, 3 സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ട എക്സ് ആക്സിനെ. അതുപോലെ ഫോർത്ത് കേസിൽ 2 സ്ഥലത്ത് മാത്രം, അപ്പോൾ 2. ആൻഡ് ഫിഫ്ത്ത് കേസിൽ 1 2 3 4 കേസിലുണ്ട്, 4 തവണ.
ഫിഫ്ത്ത് കേസിൽ 1 2 3 3 തവണയാണ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സീറോസ്, നമ്പർ ഓഫ് സീറോസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഗ്രാഫിക്കൽ മീനിങ് ഓഫ് സീറോസ് ഓഫ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. എന്ന് വെച്ചാൽ ഗ്രാഫിക്കലി നമുക്ക് എന്ത് ചെയ്യുക, എത്ര സീറോസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സീറോസ് കണ്ടുപിടിച്ചാൽ ഗ്രാഫിക്കലി നമുക്ക് അതിനെ പ്ലോട്ട് ചെയ്യാനും പറ്റും. അപ്പം അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് പോളിനോമിയൽസ്. ഒരു പോളിനോമിയൽസിൻ്റെ സീറോയും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ ലീനിയറുടെ കേസിൽ ഈ കാര്യം ഡിസ്കസ് ചെയ്തു. എങ്ങനെ ഒരു ലീനിയർ പോളിനോമിയൽ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ y = ax + b ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു സീറോ p(k) = 0 ആണെങ്കിൽ, ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് വെച്ച് കണ്ടുപിടിക്കാനുള്ളത്, ദാറ്റ് ഈസ് കെയുടെ വാല്യൂ ആണെങ്കിൽ എന്താവും, -b/a ആണ്. എന്ന് വെച്ചാൽ ഈ ഒരു പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ -b/a ആണ് കെയുടെ വാല്യൂ. ഓക്കെ, ആ കെയുടെ വാല്യൂ ആണ് ഈ ഇക്വേഷന് കൊടുക്കുമ്പോൾ 0 കിട്ടുന്നത്. 0 ഓഫ് ദ പോളിനോമിയൽ ഈസ് k ആൻഡ് k ഈസ് ഈക്വൽ ടു -b/a. ഇതാണ് ലീനിയർ പോളിനോമിയൽസിൻ്റെ കേസ്. രണ്ടാമത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ കേസ് നോക്കുമ്പോൾ അത് നമുക്കൊരു പ്രോബ്ലം ആയിട്ട് ചെയ്യാം. x² - 8x + 6 = 2x² - 6. ഓക്കെ, 2x ഇത് കൺസിഡർ ചെയ്യാം. ഇതിൽ ഈ പോളിനോമിയൽസിനെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടെത്താം. ദാറ്റ് ഈസ് 2x² - 6x - 2x + 6 സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x പുറത്ത് 2x × x - 3 - 2 × x - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു x - 3 പുറത്ത് കൊടുക്കുമ്പോൾ 2x - 2 എന്നുള്ളൊരു ഇത് കിട്ടും. ഓക്കെ, അതിന് 2 പുറത്ത് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × x - 3 × x - 1 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എക്സിൻ്റെ വാല്യൂ പറഞ്ഞാൽ 3 ഓർ x = 1 വരിക. ഇനിയാണ് നമ്മൾ ഈ ഇക്വേഷൻ പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ടുമാണ് ഈ പോളിനോമിയൽസിൻ്റെ എന്ത് ചെയ്യുക, 0 എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ. ഓക്കെ, ഇത് 3 ഈ പോളിനോമിയലിന് അപ്ലൈ ചെയ്താണ് 0 കിട്ടും, 1 അപ്ലൈ ചെയ്താണ് 0 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂട്ട്. ഈ റൂട്ടിനെ നമ്മൾ ആൽഫ ബീറ്റ എന്ന് വിളിക്കാം, ആൽഫ ബീറ്റ. അപ്പോൾ ഈ ആൽഫ ബീറ്റയും ഈ ഒരു ഇക്വേഷൻ്റെ എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ്റെ ജനറൽ ഫോം പറഞ്ഞാൽ ax² + bx + c എന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻറ്റും ഈ ഒരു ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അതായത് ആൽഫ ബീറ്റ പറഞ്ഞാൽ എന്താണ്, 0, ആ പോളിനോമിയലിൻ്റെ സീറോസ് ആണ് ആൽഫ ബീറ്റ റൂട്ട്. ഓക്കെ, അപ്പോൾ ഇതും ഈ ax² + bx + cയുടെ കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് coefficient of x divided by coefficient of x². okay, coefficient of x². alpha plus beta is equal to minus of coefficient of x. okay, അഥവാ that is equal to മറ്റൊരു ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ -b divided by x² ൻ്റെ coefficient, that is a. okay, ഇനി alpha into beta is equal to minus of constant term. okay, minus ഇല്ല, constant term divided by coefficient of x², that is equal to c/a. okay, ഇതാണ് ഇത് നീ അപ്ലൈ ചെയ്തപ്പോൾ ഇത് ട്രൂ ആണോ നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ പറയാം മൈനസ് ബി ബൈ എ എങ്ങനെ വരും, ഇവിടെ മൈനസ് ഓഫ് 8 divided by 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/4 കിട്ടും. ഓക്കെ, 8/2 കിട്ടും, ദാറ്റ് ഈസ് 4. അത് രണ്ടും ഈക്വലാണ്, കാരണം 3 + 1 4 ആണ്, 8/2 4 ആണ്. അപ്പോൾ എന്താണ്, ഇത് ട്രൂ ആണ്. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ എന്താ വരിക, c/a ദാറ്റ് ഈസ് ഈക്വൽ ടു c എത്ര വരിക, 6 divided by 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 3 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇതാണ് എന്ത് ക്വാഡ്രാറ്റിക്കിൻ്റെ കോഎഫിഷ്യൻറ്റും 0യും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ,
ഇനിയിപ്പോൾ ഇതൊരു ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ, ക്യൂബിക് അങ്ങനെ ചോദിച്ചു കേട്ടില്ല, എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ക്യൂബിക് പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി ആണെന്നെങ്കിൽ അതിൻ്റെ ആൽഫ പ്ലസ് 3 റൂട്ട് ഉണ്ടാവും അതിന്. ഓക്കെ, 3 സീറോസ് ഉണ്ടാവും. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ മാതിരി എന്താണ്, മൈനസ് ബി ബൈ എ. ഓക്കെ, മൈനസ് ബി ബൈ എ. ഇനിയിപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ പ്ലസ് ബീറ്റ ഇൻറ്റു ഗാമ പ്ലസ് ഗാമ ഇൻറ്റു ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ. ഓക്കെ, ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ എ. ഓക്കെ, ഇതാണ് അതിൻ്റെ റിലേഷൻ വരുന്നത്. ഇതാണ് സീറോസ്, ഇതാണ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി ഹയർ ലെവലിൽ എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് അധികം എക്സ്പ്ലനേഷൻ ആയിട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി നല്ല ഐഡിയ കിട്ടും. ഓക്കെ, ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആൻഡ് വെരിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽസിൻ്റെ സീറോസ് കണ്ടെത്തണം, പിന്നെ അതിൻ്റെ റിലേഷൻസ് വെരിഫൈ ചെയ്യണം. നേരത്തെ ചെയ്ത അതേമാതിരിയാണ്, ജസ്റ്റ് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്താൽ മാത്രം. അതിപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 എന്നുള്ളൊരു പോളിനോമിയൽ കൺസിഡർ ചെയ്താൽ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 2x മൈനസ് 8 എന്ന് എഴുതാം. ഇതിന്ന് എക്സ് പുറത്ത് എടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 4. ഓക്കെ, പ്ലസ് ഇതിന്ന് എന്ത് ചെയ്യാം, ഇതിന്ന് മൈനസ് ഇതിന്ന് 2 പുറത്ത് കിട്ടുക. 2 പുറത്ത് കിട്ടുമ്പോൾ എന്ത് കിട്ടും? എക്സ് മൈനസ് 4 കിട്ടും. എക്സ് മൈനസ് 4 രണ്ടും കോമൺ. എക്സ് മൈനസ് 4 പുറത്ത് കിടക്കുമ്പോൾ പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് 2 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സിൻ്റെ സീറോസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈക്വൽ ടു 4ഉം എക്സ് ഈക്വൽ ടു മൈനസ് 2ഉം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 4ഉം ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് പ്രകാരം ഇതിപ്പോൾ എന്ത് ഫോമിലാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ള ഫോമില ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. ദാറ്റ് ഈസ് മൈനസ് ബി എന്താണ്? മൈനസ് 2 ഡിവൈഡഡ് ബൈ എ, ദാറ്റ് ഈസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ, ഓക്കെ, മൈനസ് ഓഫ് മൈനസ്. ഓക്കെ, that is equal to 2. okay, that is രണ്ടും കൂടി ആഡ് ചെയ്താലും തന്നെ വരിക, കാരണം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി അടുത്ത കേസിൽ പറയുമ്പോൾ ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 ഡിവൈഡഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാവുക 4 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 8 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ സീറോയും കോഎഫിഷ്യൻറ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ വെരിഫൈ ചെയ്തു, കറക്റ്റാണ്, സീറോയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പാർട്ടിലേക്ക് കടക്കുമ്പോൾ ദാറ്റ് ഈസ് 4s സ്ക്വയർ. ഇവിടെ നമ്മൾ ഈ ഒരു പോളിനോമിയലിനെ പി ഓഫ് എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക, കാരണം എക്സിൻ്റെ ടേംസിലായതുകൊണ്ട്. ഇവിടെ എസിൻ്റെ ടേംസിലായതുകൊണ്ട് പി ഓഫ് എസ് ഈക്വൽ ടു 4s സ്ക്വയർ മൈനസ് 4s പ്ലസ് 1. ഓക്കെ, ആൻഡ് ഇത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 2s മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് 0 ആവണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഈ പി ഓഫ് എസ് 0 ആവണമെന്നുണ്ടെങ്കിൽ 2s മൈനസ് 1 0 ആവണം. ദാറ്റ് ഈസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ഈക്വൽ ടു 1/2 വരും. ഓക്കെ, എസ് ഈക്വൽ ടു 1/2 വരും. Therefore the zeros of p of s is equal to 1/2 and 1/2. okay, ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 1/2 ആണ് വരുന്നത്, സെയിം ആണ്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു
എന്താ വരിക 1/2 + 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി കോഎഫിഷ്യൻ്റ് ടേംസിലാണ് പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് b/a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൾസോ 1. ഓക്കെ, രണ്ടാമത്തെ കേസിൽ ആൽഫ ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 വരും. രണ്ടാമത്തെ കേസിൽ അഥവാ കോഎഫിഷ്യൻ്റ് വെച്ച് പറയുമ്പോൾ ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു c/a എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1/4. ഓക്കെ, അപ്പോൾ ഇത് വെരിഫൈഡ് ആണ്, രണ്ടും വെരിഫൈഡും ആണ്, സീറോസും കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈച്ച് വിത്ത് ഗിവൺ നമ്പേഴ്സ് as the sum of the product of its zeros respectively. Find a quadratic polynomial each with the given numbers as the sum and product of its zeros respectively. ഇവിടെ നമ്മളോട് തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ട് അതിൻ്റെ സമ്മും അതിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റും കാണാനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് റിലേഷൻ ഉണ്ടാക്കാനാണോ പറയുക. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സമ്മും പ്രൊഡക്റ്റും തന്നിരിക്കുന്ന നമ്പറുകളിൽ വെച്ചിട്ട് അതിൻ്റെ സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റും വെച്ച് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ആൽഫ ആൻഡ് ബീറ്റ. ഓക്കെ, ഇവിടെ നമ്മൾ ആൽഫ ആൻഡ് ബീറ്റയാണ് എന്തെടുക്കുക, സീറോസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1/4 ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു -1. ഇങ്ങനെ സമ്മും പ്രൊഡക്റ്റും ആക്കി എടുക്കണം. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അഥവാ ax² + bx + c = 0 എന്നുള്ള ഫോമിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ച പിന്നെ റിലേഷൻ പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ -b/a ആണ്. ഓക്കെ, ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു c/a. ഈ റിലേഷൻ വെച്ച് ചെയ്യാം. ഇപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -b/a ആണ്. ഇതും ഈ ഫസ്റ്റ് സാധനവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ b is equal to -b is equal to 1 ആണെന്നുണ്ടെങ്കിൽ b equal to 1 വരും. ഓക്കെ, ഇനി a equal to 4 എന്നും കിട്ടും. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ ഇസ് ഈക്വൽ ടു c/a ആണ്. ആൻഡ് c/a ഇസ് ഈക്വൽ ടു എന്താണ് -1 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ c is equal to then c is equal to -1 into a. ഓക്കെ, ആൻഡ് a നമുക്ക് എയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 4 ആണ്. അപ്പോൾ c is equal to -4 ആണ്. സോ അത് ഗിവൺ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത് വെച്ച് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കുക. എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സിയുടെ വാല്യൂം കിട്ടി. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, a എന്ന് പറയുമ്പോൾ 4x², b എന്താണ് b is equal to -1 ആണ് വരിക. അപ്പോൾ -x and c is equal to -4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു √2 ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 1/3. ഇതിൽ ഈ ആൽഫ ഇൻറ്റു ബീറ്റ വെച്ച് തുടങ്ങുക, കാരണം ഫ്രാക്ഷൻ ആകുമ്പോൾ നമുക്ക് എയുടെയും ഇതിൻ്റെ വാല്യൂ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം ആൽഫ ഇൻറ്റു ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ദാറ്റ് ഈസ് ഈക്വൽ ടു c/a. therefore c equal to 1 and a equal to 3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക -b/a എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 എന്ന് വരും. ഓക്കെ, -b/a എന്താണ് -b/a -b ഈസ് ഈക്വൽ ടു √2 a എന്ന് കിട്ടും. a ഇതാണ്, അപ്പോൾ 3√2 എന്ന് കിട്ടും. -b ആണ്, അപ്പോൾ b ഈസ് ഈക്വൽ ടു -3√2 എന്ന് കിട്ടും. ഇനി ഇപ്പോൾ നമുക്ക് എയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം, സിയുടെ വാല്യൂ അറിയാം. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ax² എന്നുള്ളടത്ത് 3x² പ്ലസ് bx² എന്നുള്ളടത്ത് -3√2x പ്ലസ് c ഉള്ളടത്ത് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനും കണ്ടുപിടിച്ചു, അഥവാ രണ്ട് ക്വാഡ്രാറ്റിക് പോളിനോമിയലും കണ്ടുപിടിച്ചു. ജസ്റ്റ് അതിൻ്റെ ആൽഫയുടെയും ബീറ്റ എന്ന് വെച്ചാൽ സീറോസിൻ്റെ സമ്മും പ്രൊഡക്റ്റിൻ്റെയും രീതിയിൽ. ഓക്കെ, അപ്പം ഇനി അടുത്തതിൽ പോകുമ്പോൾ ഡിവിഷൻ ഓഫ് അൽഗോരിതം ഓഫ് പോളിനോമിയൽ